നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ടാസ്കോ ഫ്രണ്ട്സ് സംഗമം നടത്തി. മലമ്പുഴ സൗദി അറേബ്യയിലെ ടാസ്കോ കമ്പനിയിൽ ജോലി ചെയ്തവരുടെ കൂട്ടായ്മയായ ടാസ്കോ ഫ്രണ്ട്സിൻ്റെ 8ാമത് കുടുംബ സംഗമം മലമ്പുഴ കവിത ഓഡിറ്റോറിയത്തിൽ ഭാസ്കരൻ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് കുട്ടി തൃത്താല അധ്യക്ഷനായി. മംഗളാനന്ദൻ പുളിയാർകോണം സ്വാഗതവും അയൂബ് കണ്ണൂർ നന്ദിയും പറഞ്ഞു. അംഗങ്ങൾ അവരുടെ പ്രവാസ ജീവിതവും മടങ്ങിവന്ന നാട്ടിലെ ജീവിതാനുഭവങ്ങളും പങ്കുവച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഓരോ വർഷവും ഓരോ ജില്ലകളിലാണ് കുടുംബസംഗമം നടത്തുക. ചികിത്സാ സഹായം, പഠന സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നതായി സംഘാടകർ പറഞ്ഞു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ ജില്ലകളിലും തമിഴ്നാട്ടിൽ നിന്ന് 2 പേരും ഈ കൂട്ടായ്മയിൽ ഉണ്ട്. 100 അംഗങ്ങളാണ് ഈ വേദിയിൽ ഉള്ളതെന്ന് പറഞ്ഞു. പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഭാസ്കരനാണ്. ഇവരെ എല്ലാവരെയും അതിനോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവം ഒരുക്കി തന്നത് നമ്മൾ ഈ കൂട്ടായ്മ എന്ന ഒരു സങ്കല്പം, ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച തൊഴിൽ, ആ തൊഴിലിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാവരും ഒത്തുചേരാനും അതുപോലൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും അത് വളരെ പ്രയോജനമായി. നമ്മൾ ഇവിടെ ഏജൻസി മുഖാന്തരമല്ല കൂടുതലും പേര് സൗദി അറേബ്യയിൽ ഈ തമീമിയാൻ സിയാത്തി ടാസ്കോ കമ്പനിയിൽ ജോലി ചെയ്തത്. നമ്മുടെ അവിടെ ജോലിയുണ്ടായിരുന്ന പലരും റഹീബായി എന്ന് പറഞ്ഞാൽ കണിയാപുരത്തുള്ള അദ്ദേഹത്തിനോട് പേര് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞാണ് നമ്മൾ ഓരോരുത്തരും അവിടെ ചെല്ലുകയും കാണുകയൊക്കെ ചെയ്യുന്നത്, സ്നേഹം പങ്കിടുന്നത്. എന്നാണ് ഈ മൊബൈൽ സംവിധാനം തുടങ്ങിയതിന് ശേഷം ഈ കൂട്ടായ്മ എന്നുള്ളൊരു വലിയ സങ്കല്പം, വലിയൊരു ആശയം, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, 100 കണക്കിന് ഗ്രൂപ്പുകളുണ്ട്. ഇത്രയും സംശുദ്ധമായി സ്നേഹമായി ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മ വേറെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഈ കൂടി സ്നേഹം പങ്കിടുക മാത്രമല്ല നമ്മളുടെ ലക്ഷ്യം. നമ്മളിൽപ്പെട്ട ഓരോരുത്തർക്കും വരാതിരിക്കട്ടെ, വന്നിട്ടുണ്ട്, അവരെ നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് ഈ ഇരിക്കുന്നതും ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നവരൊക്കെ തന്നെ. ഇതിൻ്റെ ഈ കൂട്ടായ്മ നമ്മൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയും കൂടി കെട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ ആ വിരോധം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തതല്ല നമ്മുടെ ഈ കൂട്ടായ്മ. നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഹൃദയത്തിൽ അത് എങ്ങനെ അത് വിവരിക്കണമെന്ന് പോലും എനിക്കത് സത്യത്തിൽ അറിയത്തില്ല. നമ്മുടെ കുടുംബത്തിൽ ഭാര്യ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ ഒക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മൾ സഹകരിക്കുന്നുണ്ട്. സ്നേഹം എന്ന വലിയൊരു സമ്പത്ത് അത് നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ വീണ്ടും ഇങ്ങനെ കണ്ട് സന്തോഷം പങ്കിടാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരുന്നത്. 25 കൊല്ലം 30 കൊല്ലം ഒന്നിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. കുറേ ആൾക്കാർ കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹം, അത് വല്ലാത്തൊരു സന്തോഷമാണ് നിങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ സംഗമത്തിന് കൂടിക്കാഴ്ച വരുന്നത്. ഇപ്പോൾ ഈ കാലാവസ്ഥയിലായിട്ടും 14-15 നടത്തേണ്ടതായിരുന്നു ഇത്. അപ്പോൾ വളരെ മഴയുടെ ശല്യം ആയിട്ട് പ്രത്യേകിച്ച് എനിക്കൊരു പേടിണ്ടായിരുന്നു. ഞങ്ങളുടെ പുഴൻ്റെ വെക്കല താമസിക്കുന്നത്. പുഴ നിറഞ്ഞിട്ട് എപ്പോഴാണ് പുറത്തേക്ക് വരാതുള്ള പേടിയിൽ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ബാരപ്പുഴ അപ്പോൾ അത് കാരണമാണ് നമ്മൾ 14-15 ആ സംഗമം നീട്ടി വെക്കാൻ കാരണം. പിന്നെ എല്ലാവരും കൂടി എന്തോ നമ്മളെല്ലാവരും ഭാഗ്യവന്മാരാണ്. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. യാത്രയിലും മറ്റുള്ള ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് വളരെ സന്തോഷം. അപ്പോൾ കൂടി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും കൂടി നന്ദി പറയുന്നു. നമ്മൾ ഈ സംഗമം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാസ്കരനെ ക്ഷണിക്കും. അവരവരുടെ കഴിവിനനുസരിച്ച് നമ്മളെല്ലാ ഭാഗവാക്കാവാറുണ്ട്. ഇതിൽ തന്നെ ഈ മംഗളാനന്ദൻ സൂചിപ്പിച്ചു, ഇതിൻ്റെ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്.
ആ ഗ്രൂപ്പിന്റെ തുടക്കം മുതലാണ് ഇതിന്റെ എല്ലാം വന്നത്. IUB ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇതിന്റെ പിറകിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാനൊക്കെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ 4 ദിവസത്തെ ലീവിനാണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നത്. ഇപ്പൊ ഇന്ന് സുൽഫി എന്നെ ഓർമ്മിപ്പിച്ചു. സുൽഫി വന്നിട്ട് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഏതോ മസ്കറ്റിലാതെ കിടന്നിട്ട് വരാണ്ടാവാൻ പറ്റിയില്ല. ഞാൻ കൊല്ലത്തെത്തി. അവിടെ അർഷാദിന്റെ വീട്ടിലാണ് ഈ പെട്ടിയും സാധനമായിട്ട് വന്നിട്ട് അവിടെ താമസിച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ പോയിട്ട് തിരിച്ചു പോയതാണ്. ഒരു ദിവസമേ വീട്ടിൽ പോയിട്ട് 4 ദിവസത്തെ ലീവാ കമ്പനിക്കുള്ളത്. ആ സമയത്ത് ഞാൻ എടുത്തിട്ട് വന്നതാണ്. അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറയാം, നമ്മൾ ഏജാണ് കൂട്ടേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളവിടെ ഇപ്പം എൻ്റെ മുമ്പിൽ 5000 റിയാലൊക്കെ ഓരോ ബസ്സിന്റെ ആൾക്കാരും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബസ് പോയത്. അപ്പോൾ അന്ന് കണ്ട ഒരുപാട് മുഖങ്ങൾ ഞാൻ ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് അതിനുശേഷം ഞാൻ ഒരുപാട് കാലം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ടാസ്കോയിലുണ്ടായ ഈ ഒരു 10 വർഷത്തെ ഈ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ടാസ്കുമാണ് നമ്മൾ ഇന്ന് ഈ വേദിയിലേക്ക് എത്തിക്കാൻ കാരണം. നമ്മളെ അന്ന് 5000 റിയാൽ കൊടുത്ത് ഗഫൂർസന റഹീംകാൽ കൊടുത്തിട്ട് പോയതാണെങ്കിലും ടാസ്കുമാണ് നമുക്കൊരു ജീവൻ തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കൊണ്ടും ഈ ടാസ്ക് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അതുപോലെ കുട്ടികളോട് മക്കളെക്കാട്ടി കൂടുതൽ ജീവിച്ചത് അധികം ഈ കാണുന്നവരെ കൂടിയായിരിക്കും. അങ്ങനെയല്ലാതെ നമ്മളെ അനുഭവങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ ടാസ്കോനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറഞ്ഞ കാലം ഉണ്ടായിട്ടുള്ളൂ, ഒരു 9 വർഷം ഉണ്ടായിട്ടുള്ളൂ. ഈ 9 വർഷം കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണേ ആ കമ്പനിയിൽ നിന്നുണ്ടായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ഓരോ അനുഭവങ്ങളുണ്ടാവും. അവിടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം ചേർന്ന ഞാൻ സൗദിയിലിപ്പോൾ ക്യാൻസർ ചെയ്തിട്ടിപ്പോൾ 9 വർഷം ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് നാട്ടിലുള്ളപ്പോൾ എല്ലാവരും ഇതിന് ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ക്യാൻസറാക്കിയിട്ട് ഞാനിപ്പോൾ ചെറിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ 6-ാം നമ്പർ മെസ്സാണ്. ടാസിക്കോ റിയാദ് ബ്രാഞ്ചിൽ മെസ്സ് തുടങ്ങിയ മുതൽ അന്ന് മുതൽ എൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്ന കണക്കിൽ അന്നും അതിന് ശേഷം ഈ കൂട്ടായ്മ തുടങ്ങുന്നതിന് മുമ്പും ആ 6-ാം നമ്പർ റൂമിൻ്റെ മെസ്സിൻ്റെ ബന്ധം വിട്ടിട്ടേ ഇല്ല. അങ്ങനെ അത് ഇന്നും അത് ഇതാക്കുന്നുണ്ട്. അന്ന് എന്നെ ഇത്രയും ജ്യേഷ്ഠനെ പോലെ സഹായിച്ച് എന്നെ റിയാദിൽ സ്റ്റോർ കീപ്പറിലാക്കി ഇതാക്കിയത് അതിപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു സംഗതികളാണ്. ഇപ്പോഴും നമ്മളൊരു ജ്യേഷ്ഠനെ കണക്കാൻ നമ്മൾ ഇതാകുന്നത്. കുട്ടിവായി അതൊരിക്കലും പറയില്ല. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.